ജെൻസി നമ്മുടെ അടുത്ത തലമുറയെന്ന RSS മേധാവി. അവർ പ്രതിഷേധിച്ചാൽ അവരെ കേൾക്കണം. യുവാക്കളെ കുറിച്ച് ശ്രദ്ധേയ പരാമർശവുമായി മോഹൻ ഭാഗവത്. ജെൻസി പ്രതിഷേധിക്കരുത് എന്നല്ല, അവർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ കാരണങ്ങൾ കേൾക്കണമെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് പറയുന്നത്. അടുത്തിടെ രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പുതിയ തലമുറയെക്കുറിച്ചും ജനാധിപത്യത്തിലെ പ്രതിഷേധങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. മുംബൈയിൽ ദ റോൾ ഓഫ് യൂത്ത് ഇൻ യുണൈറ്റിംഗ് ദ വേൾഡ്, ദ ഇന്ത്യൻ വേ എന്ന വിഷയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് RSS മേധാവി മോഹൻ ഭാഗവത് യുവജനങ്ങളെ കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ജെൻസി വിഭാഗം പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരെ ദേശവിരുദ്ധരായി കാണരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ രാജ്യത്തിന്റെ അടുത്ത തലമുറയാണെന്നും അവരുടെ ആശങ്കകൾ മനസ്സിലാക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നുമാണ് ഭഗവത് അഭിപ്രായപ്പെട്ടത്. യുവാക്കളുമായി ആത്മബന്ധവും തുറന്ന സംഭാഷണവും അനിവാര്യമാണെന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അതിനു പിന്നിലെ കാരണങ്ങൾ കേട്ട് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും അതിന് അനുയോജ്യമായ രീതികളും നിയമപരമായ മാർഗങ്ങളും ഉണ്ടെന്നും ഭഗവത് ഓർമ്മിപ്പിച്ചു. മറ്റ് എല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ പ്രതിഷേധം ഒരു നിയമാനുസൃത ജനാധിപത്യ ഉപാധിയായി മാറുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രതിഷേധം എന്നത് ഒരു സംഭാഷണം കൂടിയാണ്. ആരുടെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമ്പോഴും അത് സംഭവിക്കാതെ വരികയാണെങ്കിൽ അവർ ശബ്ദമുയർത്തുന്നത് സ്വാഭാവികമാണ് എന്നാണ് ഭഗവതിന്റെ വിശദീകരണം. പുതിയ തലമുറയെ കുറിച്ചുള്ള തന്റെ വിലയിരുത്തലും അദ്ദേഹം പങ്കുവച്ചു. ജെൻസി, ജെൻ ആൽഫ വിഭാഗങ്ങൾ നിലവിലെ തലമുറയേക്കാൾ കൂടുതൽ സത്യസന്ധരാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ദേശസ്നേഹവും സേവന പ്രവർത്തനങ്ങളും പോലുള്ള വിഷയങ്ങളിൽ അവർ ആത്മാർത്ഥമായി പ്രതികരിക്കുന്നതാണെന്നും ഭഗവത് കൂട്ടിച്ചേർത്തു. തങ്ങളുടെ തലമുറയും ഇന്നത്തെ യുവതലമുറയും തമ്മിലുള്ള വ്യത്യാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ മുതിർന്നവർ പറയുന്നത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ യുവാക്കൾ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നു. അവർക്ക് യുക്തിസഹമായ ഉത്തരങ്ങളാണ് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. അടുത്തിടെ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് ജെൻസി വിഭാഗത്തിൽ നിന്നുള്ള വ്യാപക പിന്തുണ ലഭിക്കുകയും തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്യുകയുണ്ടായി. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭഗവതിന്റെ ഈ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന ആരോപണത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ അത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമേ അഭിപ്രായം പറയാനാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ 140 കോടി ജനസംഖ്യയിൽ പകുതിയിലധികം പേര് 35 വയസ്സിൽ താഴെയുള്ളവരാണ്. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ജെൻസി രാജ്യത്തെ ഏറ്റവും വലിയ വോട്ടർ വിഭാഗങ്ങളിലൊന്നായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കണ്ണടച്ച് വിശ്വസിക്കാൻ ആരെയെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ ജെൻസി വിഭാഗത്തെ വിശ്വസിക്കുമെന്ന മോഹൻ ഭഗവതിന്റെ പരാമർശവും ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ വ്യാപക ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ്.